സാർ നമസ്കാരം. നമസ്കാരം. ദയാപരനായ കർത്താവെ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞതുപോലെയായി ഇപ്പോൾ CMRL MD ആയ ദയാപരനായ കർത്താവെ, ശശിധരൻ കർത്താവെ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ എന്നാണ് പിണറായി വിജയനും വീണാ വിജയനുമെല്ലാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ശശിധരൻ ഇഡിക്ക് നൽകിയിരിക്കുന്ന മൊഴി പുറത്തു വന്നിരിക്കുന്നു. ഈ മൊഴി പ്രകാരം സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ മകളായ വീണാ വിജയനും 8ൻ്റെ പണിയാണ് കർത്ത കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെക്ക് വെച്ചിരിക്കുന്നു. അതായത് പിണറായി വിജയനെയും മകളെയും ജയിലിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കർത്ത തുറന്നു പറഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ്റെ മകൾ എന്ന രീതിയിലാണ് വീണയ്ക്ക് താൻ പണം കൊടുത്തിരിക്കുന്നത്. CMRL നിന്നും ഒരു സേവനം കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിൽ കൃത്യമായ ഒരു കാര്യം അടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ മകൾക്ക് വെറുതെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അഴിമതി നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ, പരിസ്ഥിതി വകുപ്പുകൾ, അതുപോലെ മൈനിങ് വകുപ്പുകളെല്ലാം പിണറായി വിജയൻ്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ CMRL എന്ന കമ്പനിക്ക് ആവശ്യമായ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വഴിവിട്ട എല്ലാ സഹായങ്ങളും പിണറായി വിജയൻ കർത്തയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതൊരു കാര്യം. മറ്റൊരു കാര്യം, കർത്ത പല കാലങ്ങളിലായി 182 കോടി രൂപയുടെ തിരിമറി നടത്തിയിട്ടുണ്ട്, ചിലവെഴുതിയിട്ടുണ്ട്. അതായത് തൻ്റെ കമ്പനിയായ CMRL നിന്നും തൻ്റെ മറ്റൊരു കമ്പനിയായ നിപുണയിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ വകുപ്പിലാണ് ഈ കണക്ക് ചിലവെഴുതി തള്ളിയിട്ടുള്ളത്. ഈ 182 കോടി കർത്ത ചിലവെഴുതി തള്ളുമ്പോൾ എനിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ പൈസ തന്നതായി കാണിക്കും, കോടിക്കണക്കിന് രൂപ കാണിക്കും. പിന്നീട് 2 ദിവസം കഴിയുമ്പോൾ ഈ പണം ലിക്വിഡായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ കർത്തയുടെ കയ്യിലെത്തും. അവിടെ ഈ പണം കൊടുക്കുന്ന ആൾക്ക് 7% കമ്മീഷൻ എന്ന രീതിയിലാണ് ഇത്തരം തട്ടിപ്പുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് കൃത്യമായി തന്നെ ED കണ്ടെത്തിയിരിക്കുന്നു. മറ്റൊരു ഗുരുതരമായ കാര്യം, KSIDC എന്ന് പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനത്തിന് CMRL എന്ന് പറഞ്ഞ കർത്തയുടെ കമ്പനിയിൽ ഓഹരിയുണ്ട്. അങ്ങനെയെങ്കിൽ CMRL കമ്പനിയുടെ ലാഭവിഹിതത്തിന് കൃത്യമായും പൊതുമേഖലാ സ്ഥാപനത്തിന് അവകാശമുണ്ട്. അത് ജനങ്ങൾക്ക് കിട്ടാനുള്ള അർഹതയുണ്ട്, യോഗ്യതയുണ്ട്. ഈ പണം തിരിമറി ചെയ്തു എന്ന് പറയുമ്പോൾ സർക്കാർ, അതായത് മുഖ്യമന്ത്രി തലത്തിൽ തന്നെ ഈ പണം തിരിമറി ചെയ്യാൻ ഒത്താശ ചെയ്തു കൊടുത്തു എന്ന നിയമവ്യാഖ്യാനത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കർത്ത പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിക്കും പിണറായി വിജയൻ്റെ മകളായ വീണാ വിജയനും ചെക്ക് വച്ചിരിക്കുന്നു. ED അത്തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലുമൊക്കെ കേസിൽ സാമ്പത്തിക ക്രമക്കേടുകളുമായി പിണറായി വിജയനും വീണാ വിജയനും അകത്തുപോകും എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിണറായി വിജയനെതിരെ നിരവധി തവണ വാർത്തകൾ ചെയ്തിട്ടുള്ള ആളെന്ന രീതിയിൽ പിണറായി വിജയനെതിരെ വന്ന ഏറ്റവും വലിയ അഴിമതിയുടെ കുംഭകോണം കേരളം രേഖപ്പെടുത്തിയ ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതിയിൽ കേസുമായി പോയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? അതായത് ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതിയിൽ പോയതൊക്കെ ഘട്ടം ഘട്ടമായിട്ടാണ്. അത് പുറത്തു കൊണ്ടുവന്ന് ഒരു കാലം പിണറായി വിജയനെ കുറിച്ച് മിണ്ടാത്ത കാലഘട്ടത്തിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഒളിച്ചു വച്ചിരുന്ന ആ ഒരു വിഷയം, ഒരു പത്രവും ഒരു ചാനലും 2005 പിണറായി വിജയനെ പറ്റി ശബ്ദിക്കില്ല. കാരണം അദ്ദേഹത്തിനെതിരെ ശബ്ദിച്ചാൽ TP ചന്ദ്രശേഖരൻ്റെ അനുഭവമായിരിക്കും ഉണ്ടാകുക എന്ന് എല്ലാവർക്കും അറിയാം. ആ കാലഘട്ടത്തിൽ പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന ആളാണ് ഞാൻ. ലാവ്ലിൻ കേസിലെ കുംഭകോണത്തെക്കുറിച്ച് വളരെ വ്യക്തമായ രേഖയോട് കൂടിയിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ പേരിലാണ് എൻ്റെ ഓഫീസ് ആക്രമിക്കുകയും കത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നില്ല. അതിലൂടെയാണ് ഞാൻ ലാവ്ലിൻ കേസിൽ CBI അന്വേഷണത്തിന് ഹർജി കൊടുക്കുകയും അവസാനം എൻ്റെ ഓഫീസ് കത്തിച്ചതിൻ്റെ വൈരാഗ്യം തന്നെ കരുതാൻ ചിലപ്പോൾ. ഷോൺ ജോർജിൻ്റെ വൈരാഗ്യം എന്താണ്? തൻ്റെ പിതാവിനെ കള്ളക്കേസിൽ കുടുക്കി തൻ്റെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്. എന്നാൽ എൻ്റേത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ വാർത്ത കള്ളമാണെന്ന് CPM സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി ഞാൻ ഒരു ന്യൂയിസൻസ് ആണ് സൊസൈറ്റിക്ക് എന്ന് പറഞ്ഞ രൂപത്തിൽ പത്രപ്രസ്താവന നടത്തുകയും എന്നെ നേരിടണമെന്ന് ദേശാഭിമാനിയിൽ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തതോടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി ഇതാക്കിയത് എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു. എന്നാൽ കൊട്ടേഷൻ കൊടുത്തേക്ക് ഞാൻ എന്തായാലും ചാവാൻ പോകണമല്ലേ, അതിനു മുമ്പ് ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം കൊണ്ടുവരണം എന്നുള്ള തീരുമാനമെടുത്ത് ഞാനും അത് പുറത്തു കൊണ്ടുവന്ന് തയ്യാറായി ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. എന്നെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് രണ്ടും സൈമിൾട്ടേനിയസ് ചെയ്തപ്പോൾ ഭീരുവായ പിണറായി വിജയൻ, അതായത് എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത പിണറായി വിജയന് ഹൈക്കോടതിയിൽ പിണറായി വിജയൻ തന്നെ പ്രതിയാകും എന്നെ തൊട്ടാൽ എനിക്ക് എന്ത് സംഭവിച്ചാലും പിണറായി വിജയൻ പ്രതിയാകും എന്ന് വന്നതോടെ പിണറായി വിജയൻ പിന്മാറി.
പകരം എന്ത് ചെയ്തു, പിണറായി വിജയനെ സംരക്ഷണം ഏർപ്പെടുത്തി. അങ്ങനെ പിണറായി വിജയന്റെ സംരക്ഷണയിൽ പിണറായി വിജയനെതിരെ പിന്നെ നന്ദകുമാർ എന്ന മാധ്യമപ്രവർത്തകന് ഏതെങ്കിലും തരത്തിൽ ആപത്ത് പറ്റാതിരിക്കേണ്ടത് പിണറായി വിജയന്റെ ആവശ്യമായി. അതെ, അങ്ങനെയായിരുന്നു. കാരണം അദ്ദേഹം ഭീരുവാണെന്ന് അറിയാം. ലാവ്ലിൻ കേസിൽ ഞാൻ CBI അന്വേഷണം കൊടുത്തു. അങ്ങനെ CBI അന്വേഷണം കൊണ്ടുവന്ന് അദ്ദേഹത്തെ പ്രതിയാക്കിയ ഒരാളാണ് ഞാൻ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫൈറ്റാണ്. പിന്നീട് കേസ് അട്ടിമറിച്ചത് എങ്ങനെയാണെന്ന് അറിയാം. എന്നോട് അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞ തിരുവനന്തപുരത്തെ ജഡ്ജിക്ക് 5 കോടി, ഹൈക്കോടതിയിലെ ഉപേദ ജഡ്ജിന് 25 കോടി, 2 മക്കൾക്ക് യൂസഫലിയുടെ കമ്പനി ജോലി, കേട്ടാൻ ഞെട്ടിപ്പോകും. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ അടക്കം പിണറായി വിജയൻ വിലയ്ക്ക് വാങ്ങുന്നതാണ്. സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള കഥകളാണ്. അപ്പൊ എത്ര കോടികൾ അദ്ദേഹം എവിടെ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ള പിണറായി വിജയൻ ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹം അമേരിക്കയിലേക്ക് യാത്ര പോയി. രസകരമായ കാര്യം ഇതാണ്. ഈ കരിമണൽ കർത്തയുമായിട്ടുള്ള ഇടപാടിനെ കുറിച്ചിട്ട് ഇത്രത്തോളം പൈസ ഉള്ള കിട്ടുന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് കരിമണൽ കർത്ത എന്ന് പിണറായി വിജയൻ അറിയില്ലായിരുന്നു. അദ്ദേഹം അമേരിക്കയിലേക്ക് പോയത് എന്തിനായിരുന്നു? അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ച് മയോ ക്ലിനിക്കിലേക്ക് പോയതാണ്. അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന EP ജയരാജൻ മുഖ്യമന്ത്രിയുടെ ചുമതല ഏറ്റെടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു, കിട്ടുന്ന അവസരത്തിൽ കേരളത്തിലെ സകല സ്ഥലത്തുനിന്നും ഈ പാറമട ലോബിയിൽ നിന്നും അതേപോലെയുള്ള എല്ലാ മേഖലകളിൽ നിന്ന് അദ്ദേഹം പൈസ പിരിച്ചു. അന്ന് പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു EP ജയരാജൻ. 3000 കോടി രൂപയോളം പിരിച്ചു എന്നാണ് അന്നത്തെ റിപ്പോർട്ട്. എനിക്കറിയില്ല. 25 കോടി രൂപ കർത്തയിൽ നിന്ന് അദ്ദേഹത്തിന് പിണറായി വിജയന്റെ പേരിൽ അദ്ദേഹം പിരിച്ചു. അങ്ങനെ പിണറായി വിജയൻ തിരിച്ചു വരികയാണ്. വന്നപ്പം കർത്ത ഭയങ്കര സന്തോഷത്തോട് പറയുകയാണ്, നിങ്ങൾ തിരിച്ചു വന്നല്ലോ, തിരിച്ചു വരില്ല എന്നാണ് നിങ്ങളെ EP ജയരാജൻ പറഞ്ഞത്. എന്തായാലും അന്ന് നന്നായി, 25 കോടി അന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് പിണറായി വിജയനെ കണ്ണ് തള്ളിപ്പോയത്. EP ജയരാജൻ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും പൈസ അടിച്ചെടുത്തു എന്ന് പറയുന്ന കാര്യം അപ്പോഴാണ് അറിയുന്നത്. പിന്നെ അങ്ങനെ പറഞ്ഞെങ്കിലും EP ജയരാജനെ പിന്നീട് വെട്ടിമാറ്റി ഒന്നുമില്ലാതാക്കി. അതോടൊപ്പം പിണറായി വിജയൻ മറ്റൊരു കാര്യം ചെയ്തു. ഈ കർത്തയുടെ ബിസിനസ്സിന് ഈ ഇൽമിനേറ്റ് ആവശ്യമാണ്. അത് ഗവൺമെൻറ് വിചാരിച്ചാലേ നടക്കുള്ളൂ. സർക്കാർ തലത്തിൽ മാത്രമേ ആ മണ്ണ് വരാൻ പറ്റുള്ളൂ. അല്ല നേരിട്ടൊരു പ്രൈവറ്റ് ഏജൻസിക്ക് അവിടെ നിന്ന് മണ്ണ് വാരിക്കൊണ്ടാൻ പറ്റില്ല. അപ്പം പിണറായി വിജയൻ ബ്ലാക്ക് മെയിൽ ചെയ്തു ആരെ? കർത്തയെ. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇത്ര കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്തു. അങ്ങനെയാണ് കർത്ത പെട്ടുപോയത്. അങ്ങനെയാണ് 5000 കോടി രൂപയിൽ മേതെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സാധനം എത്തിച്ചു കൊടുത്തു. അവിടെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ചവറയ്ക്ക് പോകേണ്ട സാധനം കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസിലേക്ക് കടത്തിവിട്ടു. അവിടെ ലോറി വളരെ സുരക്ഷിതമായി പോലീസ് എണ്ണാത്തോടു കൂടിയിട്ടാണ് ഇവിടെ എത്തിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് കിട്ടിയ തോറിയം അടക്കമുള്ള സാധനങ്ങളാണ് വിദേശത്തേക്ക് കടത്തി എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞത്. അപ്പം ഈ കർത്ത എന്താ ചെയ്തത്? കർത്തയെ ബ്ലാക്ക്മെയിൽ, കർത്തയ്ക്ക് ഈ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ ഈ സാധനം കിട്ടണം. അദ്ദേഹത്തിന് നിസ്സഹായാവസ്ഥയാണ്. ഒരു ബിസിനസ്സുകാരൻ്റെ നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ. ഭരണാധികാരി പിണറായി വിജയനോട് അടിമപ്പെടുക എന്ന് മാത്രമേ വഴിയുള്ളൂ. എന്നിട്ടും കർത്ത ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് പറഞ്ഞില്ല, മാന്യത കാണിച്ചു. അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചത്. എത്ര മാന്യമായ രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയ വകുപ്പ് പിണറായി വിജയനെതിരെ പെടുത്താൻ പറ്റും. കാരണം അദ്ദേഹത്തിന് ആവശ്യമായ സ്ഥാപനം നടത്തുന്നതിന് ആവശ്യമായ ഇൽമിനേറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം, എന്നാലേ ആ സ്ഥാപനം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നതിന് ഭാഗമായി ഇത് പഠിച്ച പിണറായി വിജയൻ ഇദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കൃത്യമായി ഏകദേശം 5000 കോടി രൂപയോളം അദ്ദേഹം അതിൻ്റെ ഭാഗമായി കൈപ്പറ്റി എന്നാണ്. അത് അദ്ദേഹം പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുകയാണ്. കാരണം പിണറായി വിജയനെ പോലെ ഇത്രയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളെ കിട്ടിയത് കർത്തയ്ക്ക് സൗകര്യമാണ്. കാരണം അദ്ദേഹത്തിന് മെറ്റീരിയൽ കിട്ടണ്ടേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മകളുടെ കമ്പനിയിലേക്ക് അക്കൗണ്ട് കൊടുക്കുക പൈസ അയച്ചതും. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറയുന്ന പോലെ പിണറായി വിജയൻ സകല വഴി കൂടെ രക്ഷപ്പെടാവുന്ന പഴുതികൾ കൂടിയാണ് പോവാറ്. പക്ഷെ ചില നേരങ്ങളിൽ ഇങ്ങനെ അമിത ആവേശം കൊണ്ടും പിന്നെ ഇതാരും പിടിക്കില്ല എന്നുള്ള ബോധം കൊണ്ടും താൻ എപ്പോഴും ആരും പിടിക്കാത്ത ഒരാളാണ്, എന്തിനു തൊട്ടാൽ അതിൻ്റെ വഴികൾ കേന്ദ്രത്തിൽ പിണറായി വിജയനെ സംരക്ഷിച്ചോളും, കോൺഗ്രസ് മുക്ത ഭാരതമായിരിക്കും, അതുകൊണ്ട് BJPയും CPM ധാരണയായി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഒരു ശക്തിക്കും തൊടാൻ പറ്റില്ല എന്നൊക്കെ എന്നും മൂഢസ്വർഗത്തിൽ പിണറായി വിജയൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ പരമവിഡ്ഢിയായ പിണറായി വിജയൻ തെറ്റുപറ്റി കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇപ്പോൾ എന്തായി? പിണറായി വിജയൻ ആർക്കും ആവശ്യമില്ല. K. സുരേന്ദ്രൻ, V. മുരളീധരനൊക്കെ കേരളത്തിൽ പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അല്ലെങ്കിൽ അമ്മയെ കേസെടുക്കാമായിരുന്നില്ലേ. ഇപ്പോൾ അദ്ദേഹം കൊടുത്ത മൊഴി വളരെ വാലിഡാണ്. അത് പിണറായി വിജയനെ അങ്ങനെയല്ലാതെ അദ്ദേഹത്തിന് മൊഴി കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കൊടുങ്ങും. പിണറായി വിജയനുമായുള്ള സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഴിയിലൂടെ പിണറായി വിജയൻ കുടുങ്ങി.
പിന്നെ ആരാണ്? മകളും കുടുങ്ങാണ്. പിന്നെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്ന കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ അതാണ് അവിടെ ഈ നിയമപ്രശ്നങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം KSIDCക്ക് പങ്കാളിത്തമുള്ള CMRL നിന്നും അനധികൃതമായി പിണറായി വിജയൻ്റെ മകളായ വീണ വിജയന് പണം പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ വലിയ അഴിമതിയാണെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പൊതുമേഖലാ സ്ഥാപനത്തിന് വരേണ്ടതായിട്ടുള്ള ലാഭത്തിൻ്റെ വിഹിതം, ജനങ്ങൾക്ക് കിട്ടേണ്ടതായ വിഹിതം തൻ്റെ കുടുംബത്തിലേക്ക്, തൻ്റെ മകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് വലിയൊരു നിയമക്കുരുക്കിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. KSIDCയുമായുള്ള ഇടപാടിൽ ആണ് ആർക്ക് ബുദ്ധിമുട്ട് വരാൻ പോണത്? കർത്തയ്ക്ക് വരാൻ ബുദ്ധിമുട്ട്. KSIDCയിലെ ഒരു ഈ പറയുന്ന കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസിൻ്റെ ഒരു ഭാഗം അവർ ഷെയറുള്ള ആർക്കാ? ഈ KSIDCക്കാണ്. അപ്പോൾ KSIDCക്ക് അതിൻ്റെ വിഹിതം വന്നേ പറ്റുള്ളൂ. അങ്ങനെ അവർക്ക് ഈ മെറ്റീരിയലൊക്കെ നിയമപരമായി കിട്ടുള്ളൂ എന്നുള്ളതാണ്. അവരുമായിട്ടുള്ള ബിസിനസ് ബന്ധത്തിന്റെ പേരിൽ അങ്ങനെ കിട്ടുള്ളൂ. അതാണ് നിയമപ്രകാരം ചെയ്യുന്നത്, ഓഹരി പങ്കാളിത്തം. അപ്പൊ ഈ ഓഹരി പങ്കാളിത്തത്തിൽ അവിടേക്ക് കിട്ടേണ്ട ലാഭത്തിന്റെ ഒരു ഓഹരിയാണ് കണക്കിൽ കാണിക്കാതെ ഇത്തരത്തിൽ 150 കോടിയോളം രൂപ കൊടുത്തത് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് കർത്തയ്ക്ക് ദോഷമായി വരും എന്നുള്ളതാണ് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളിലെല്ലാം പിണറായി വിജയനും മകളും അകത്താകുന്ന കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ. സമാന്തരമായി ഒന്നിലധികം കേസുകൾ പോകുന്നു. അതാണ് ഇവിടെ നിയമക്കുരുക്കിലേക്ക് നീങ്ങുന്നത്. നേരിട്ട് യാതൊരു സേവനവും ചെയ്യാതെ പണം കൊടുത്തു എന്നുള്ളൊരു കേസ് വേറെ. കൂടാതെ ഈ KSIDCക്ക് ഓഹരി പങ്കാളിത്തമുള്ള CMRL നിന്നും അതിൻ്റെ ലാഭവിഹിതം സാധാരണക്കാർക്ക് പോലും പൊതുജനങ്ങൾക്ക് പോലും കിട്ടേണ്ട പണം അച്ഛൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് വേറെ വഴിക്ക് മാറുന്നു. കൂടാതെ പിണറായി വിജയന് പണം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് CMRL കർത്ത അവരുടെ ബുക്കിൽ എഴുതി വച്ചിരിക്കുന്നു. ഇതിലും പുറമെയാണ് സാറിനെ പോലുള്ള ചില അന്വേഷണാത്മകമായ പത്രപ്രവർത്തനം നടത്തുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമ്പോൾ ഏതാണ്ട് 5000 കോടിയുടെ ഇടപാട് വേറെ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പിണറായി വിജയന് കേസുകളുടെ അടിമുടി കഴുത്തോളം കേസ് വന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതായത് ബഹ്റൈനിലേക്ക് 130 കോടി പുറത്തു വന്ന വിവരം, പുറത്തു വരാത്ത കാര്യങ്ങൾ, നമ്മൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇനി വരാനുള്ളത്. അത് ചെറുതൊന്നുമല്ല. പിണറായി വിജയൻ്റെ ഇന്നലെ സ്വപ്ന സുരേഷുമായി ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു. സ്വപ്ന സുരേഷ് പറഞ്ഞ് പിണറായി വിജയൻ ജയിലിലാകുന്നവരെ എൻ്റെ പോരാട്ടം തുടരും. എന്നെ കുടുക്കി പിണറായി വിജയൻ സമർത്ഥമായിട്ട് മുഖ്യമന്ത്രി രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിൽ കളിക്കുകയായിരുന്നു. എന്നെ എന്ത് ചെയ്തു? എന്നെ നിരപരാധിയായി എന്നെ ജോലിക്ക് കൊണ്ടുവന്ന് പകരം എന്നെക്കൊണ്ട് ഇത്തരം പ്രവർത്തികൾ ഗവൺമെൻറ് ജോലിയാണെന്ന് ചെയ്യിപ്പിച്ച് അവസാനം എന്നെ കൊടുക്കുകയായിരുന്നു. എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. എല്ലാം പുറത്തു വരുന്നുള്ള പേടിയിൽ. പിന്നെ എനിക്കെന്താണ് മുന്നോട്ടും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം, എല്ലാം തുറന്നു പറയുകയാണ് ഞാൻ. അതുകൊണ്ട് ആ പിണറായി വിജയൻ ജയിലിലാകുന്നവരെ ഞാൻ പോരാട്ടം തുടരുമെന്ന് അവർ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അന്വേഷണ ഏജൻസികളെ മുമ്പാകെ ഞാൻ കൊടുക്കും. കാരണം വിദേശത്തുള്ള ഇടപാടുകളെ കുറിച്ച് അമേരിക്കയിലും മറ്റു രാഷ്ട്രങ്ങളിലുമുള്ള 3 രാജ്യങ്ങളിൽ പിണറായി വിജയന് ഉള്ള ഡിപ്പോസിറ്റുകളുടെ വിവരങ്ങൾ ആർക്കറിയാം? സ്വപ്ന സുരേഷിനറിയാം. സ്വപ്ന സുരേഷ് ഇനിയും പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതും കൂടെ പുറത്തു വരുമ്പോൾ പിണറായി വിജയൻ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊടും ക്രിമിനലായി മാറും എന്നുള്ള കാര്യം സംശയം. നമ്മൾ കാണും പോലെ ചെറിയ പുള്ളിയല്ല പിണറായി വിജയൻ. കേരളത്തിലെ CPM-നെ നശിപ്പിച്ചു, പാർട്ടി ഇല്ലാതാക്കി, സ്വന്തം കാര്യത്തിന് വേണ്ടി മകളെയും കുടുംബത്തിന് വേണ്ടി മകൾക്കും മകനും ഭാര്യയ്ക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭരിച്ചത്. അല്ലാതെ ഇവിടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഗുണത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കേരളത്തിലെ മുച്ചൂട് നശിപ്പിച്ച 5 ലക്ഷം കോടി രൂപ കടത്തിലാക്കിയ ഒരാളാണ് പിണറായി വിജയൻ. അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൻ്റെ കടം 3,60,000 കോടി രൂപയാണ്, 67 കോടി രൂപയാണ് അധികമായി വന്നത്. കഴിഞ്ഞ 1957 മുതൽ 2016 വരെ ഉള്ള ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള എന്താണ് ടോട്ടൽ ഭരണം ഉണ്ടായത് 59 കൊല്ലം ഭരിച്ചപ്പം ഉണ്ടായിട്ടുള്ളത് വെറും 1,40,000 കോടിയാണ് കടമെങ്കിൽ 10 വർഷം കൊണ്ട് 3,40,000 കോടിയാണ് കൂടുതൽ കടമെടുത്തത്. ഈ കൂടുതൽ കടമെടുത്തതിലൊക്കെ കളത്തരണ്ടേ? അതിൻ്റെ 25% പിണറായി വിജയനുള്ളതെന്ന് കണക്കൂട്ടിയാൽ മതി. ഓരോ പദ്ധതിക്ക് വേണ്ടിയിട്ടില്ല. ആ പദ്ധതിയിൽ നിന്ന് അതിൻ്റെ കമ്മീഷൻ പിണറായിക്ക് പോകും. അങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിൽ തന്നെ കിട്ടുന്നുണ്ട് 1 കോടി റുപ്യേൻ്റെ ലാഭം. അപ്പം പിണറായി വിജയൻ ചില്ലറക്കാരനല്ല, തട്ടിപ്പ് നടത്തുക, പണം ഏത് വിധത്തിൽ അത് കൊണ്ടുപോവുക, കൃത്യമായി വിദേശത്തെത്തിയ അവിടെ പിടിക്കപ്പെടില്ല എന്നുള്ളതാണ് പിണറായി വിജയൻ പഠിച്ച തന്ത്രം. പക്ഷെ അതൊക്കെ പിടിക്കപ്പെടുന്ന രൂപത്തിലേക്ക് പോവുകയാണ്. ഇതൊന്നും അനുഭവിക്കാൻ അവസാന കാലഘട്ടത്തിലുണ്ടാവില്ല. മക്കളും ഭാര്യയും മകനുമായിട്ട് സ്വന്തം നേരിട്ടും അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകാനുള്ള എല്ലാ അവസരവും അദ്ദേഹം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അത് അധികം താമസിയാതെ തുടങ്ങാൻ പോവുകയാണ് ജൈത്രയാത്ര. അദ്ദേഹത്തിന് ഇപ്പോഴേ അഭിനന്ദനങ്ങൾ നൽകുകയാണ് ജയിലിലേക്കുള്ള യാത്രയ്ക്ക് എന്നും കൂടി ഞാൻ പ്രത്യേകം പറയുകയാണ്. എന്തായാലും ദയാപരനായ കർത്താവ് വിചാരിച്ചാൽ പോലും, സാക്ഷാൽ കർത്താവ് വിചാരിച്ചാൽ പോലും ഇനി പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് നന്ദകുമാർ സാറ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ കേസിൽ ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ജയിലിൽ ഞാൻ വന്ന് കാണുന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ പിണറായി വിജയനോട് പറയുകയാണ്. എന്നെ ജയിലിൽ അടച്ചപ്പോൾ പിണറായി വിജയൻ വന്ന് നോക്കിയിട്ടൊന്നുമില്ല. എനിക്ക് കോടതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. എന്നെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ പദ്ധതി ഉണ്ട് പറഞ്ഞിട്ട് ഈ കോടതിയിൽ ജയിലിൽ പോയപ്പോൾ ഭയങ്കര സുരക്ഷിതം. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. എന്താണെന്ന് വെച്ചാൽ ജയിൽ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പിണറായി വിജയൻ പണ്ടേ ജയിലിലൊക്കെ പോയിട്ടുള്ള ആളാണ്. ഇപ്പോഴല്ല 1975 അടിയന്തരാസമയത്ത് പോയി അന്നൊക്കെ ആരാധകനായിരുന്നു ഞാൻ പിണറായിൻ്റെ. എന്നാൽ ഇത്തവണ കൊടും കുറ്റവാളിയായിട്ട് ജയിലിൽ പോകുമ്പോൾ അദ്ദേഹത്തോട് പ്രത്യേകം പറയുകയാണ് ഞാൻ ജയിലിൽ വന്ന് സന്ദർശിക്കും കേട്ടോ.